ഫ്രണ്ട്സ് എല്ലാവരും റൈസബ്ദൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദൈവമുണ്ടെന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ദൈവവിശ്വാസം വെടിഞ്ഞ് സയൻസിൻ്റെ പുറകെയാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലോട്ടൊക്കെ പലരും മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ചുറ്റുപാട് കേൾക്കുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല എന്നാണ് കൂടുതലും നിരീശ്വരവാദികൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ ലോക സൃഷ്ടാവ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്, അതൊരു മിഥ്യാധാരണ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ടൈം, സ്പേസ്, മാറ്ററിന് ഇവയിലൊന്നും ഉള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെയാണെങ്കിൽ അതിന് ദൈവം അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഒരു അജ്ഞത വരാൻ കാരണം നമ്മൾ ആ ക്രിയേഷൻ്റെ സമയത്ത്, അത് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ ഇല്ലെന്നുള്ളത് കൊണ്ടാണ് നമ്മളൊരു അജ്ഞത ആയിട്ട് കരുതുന്നത്. ഇപ്പോൾ പലപ്പോഴും ഞാനൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തെ സൃഷ്ടിക്കാൻ ഒരാൾ വേണ്ടേ? അങ്ങനെ ഇപ്പോൾ സൃഷ്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആദ്യവും ഇല്ല അന്ത്യവും ഇല്ല. അതൊരു എന്താ പറയുക, ഒരേ രീതി തന്നെയായിരിക്കും. അതൊന്നും അതിനെ ആരെയും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അതൊരു സൂപ്പർ നാച്ചുറൽ പവറാണ്. അതിന് എന്താ പറയുക, അത് ഒരു അവസ്ഥയിലാണ്. നമ്മളിപ്പോൾ പഴയ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്, നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് സൃഷ്ടാവിനൊരു സൃഷ്ടാവ് വേണ്ടേ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് സൃഷ്ടിച്ചപ്പോൾ എന്നതിന് മുമ്പ് ആ ഒരു വ്യക്തി എവിടെയായിരുന്നു എന്നുള്ളൊരു നമുക്കൊരു ചിന്ത വരും. അപ്പോൾ ഇപ്പം സയൻസിൻ്റെ ഒരു ധാരണയിൽ ബിഗ് ബാങ് തിയറിയാണ്. ബിഗ് ബാങ് തിയറി നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എവല്യൂഷനിലൂടെ എല്ലാം, ഒരു പൊട്ടിത്തെറിയിലൂടെ എല്ലാം സംഭവിച്ചെന്നുള്ളതാണ്. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞ് എക്സ്പ്ലോസീവായിട്ട് കാര്യങ്ങൾ നടന്ന് ആണ് ഈ യൂണിവേഴ്സും ഇതിലുള്ള കാണുന്നതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഒരു ക്രിയേറ്റർ ഇല്ലാണ്ട് ഒരു സൃഷ്ടി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു ചിത്രകാരനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രകാരനൊരു ചിത്രം വരയ്ക്കുമ്പോൾ അയാളുടെ മനസ്സിലൊരു ഇമാജിനേഷനാണ് ആ ഒരു സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ പോലെ ഒരു ക്രിയേറ്ററിൻ്റെ ഒരു ഇമാജിനേഷനാണ് ഈ വേൾഡും ഈ യൂണിവേഴ്സും ഒക്കെ. പക്ഷെ എന്നാൽ പലപ്പോഴും നമ്മൾ പല ആൾക്കാരും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ദൈവം നേരിട്ട് ഓരോ മനുഷ്യൻ്റെ ലൈഫിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ചില വ്യക്തികളെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്ന പ്രവൃത്തി ചെയ്യാൻ വേണ്ടി, ഇന്ന ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാനും. അല്ലെങ്കിൽ ദൈവം നേരിട്ട് ഒരിക്കലും ഇടപെടില്ല. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഒരിക്കലും ദൈവം നേരിട്ട് ഇടപെടില്ല. അതുകൊണ്ടാണ് പല സംഭവങ്ങളും നമ്മൾ ഇന്നൊരു രക്ഷപ്പെടുത്തേണ്ട കൈകളിൽ പോലും ഇന്ന് തിന്മയ്ക്ക് അടിമപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു നെഗറ്റീവ് എനർജി സംഭവിക്കും. അപ്പോൾ ആ നെഗറ്റീവ് എനർജി കൂടുതൽ ആയതുകൊണ്ടാണ്, നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് നടക്കുന്നതുകൊണ്ടാണ് പിന്നെ മീഡിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവ് വാർത്തകളാണ്. ഫുള്ള് നെഗറ്റീവ് പരമായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിട്ടാണ് കൂടുതലും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നെഗറ്റീവ് ന്യൂസ് കേൾക്കാനാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്. അതുപോലെ അങ്ങനെ ഒരു ലോകമായി മാറി ഫേക്ക് ന്യൂസ്. അങ്ങനെ ഒരു മീഡിയയുടെ വളർച്ച കാരണം, അല്ലെങ്കിൽ ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ആയതുകൊണ്ട് മോശം കാര്യങ്ങൾ, എന്നിരുന്നാലും ഓരോ നല്ല കാര്യങ്ങളും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം നമ്മൾ വർഷങ്ങളോളം ഈ ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഈ ലോകത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാർ ഹിറ്റ്ലറിൻ്റെ കോടാനുകൂടി ആൾക്കാരെ കൊന്നതും, അതുപോലെ ഒരുപാട് കുരുതികൾ, അതുപോലെ ഒരുപാട് ശിക്ഷാവിധികൾ, അതുപോലെ മനുഷ്യൻ്റെ ഓരോ എനിക്ക് തോന്നുന്നു ഒരു മൃഗങ്ങളിൽ പോലും ഒരു പ്രശ്നവുമില്ല. മൃഗങ്ങളെ ഇറക്കി വേണ്ടി മാത്രമാണ് പല ജീവികളെ ഉപദ്രവിക്കുന്നുള്ളൂ. എന്നാൽ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവനൊരു സ്വാർത്ഥത, അവൻ്റെ അഹങ്കാരം, ഒരു ദൈവം സ്വന്തം ഛായയിലും രൂപത്തിൽ സൃഷ്ടിച്ചെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മനുഷ്യൻ. അതായത് ദൈവം അത്രയ്ക്ക് കെയർ കൊടുത്തൊരു സൃഷ്ടിച്ചൊരു വ്യക്തിയാണ് മനുഷ്യൻ. പക്ഷെ എന്നാലും മനുഷ്യൻ എന്ന് അധപതിച്ചു പോയി. ഇനി ലോകം എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം മനുഷ്യനെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.